എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. 12 മണി ഡിസംബർ 25, 1934. രാത്രി കുർബാന സമയം ദിവ്യബലി ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ സ്മൃതി ധ്യാനത്തിൽ മുഴുകി. എൻ്റെ ആത്മാവ് ആനന്ദപൂരിതമായി. കാഴ്ചവെപ്പിൻ്റെ സമയത്ത് അനുപമ സൗന്ദര്യവാനായ ഈശോയെ ഞാൻ അൾത്താരയിൽ കണ്ടു. തൻ്റെ കുഞ്ഞിക്കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് മുഴുവൻ സമയവും ഉണ്ണീശോ എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നു. സമർപ്പണത്തിൻ്റെ സമയത്ത് ഉണ്ണിയേശു ചാപ്പലിയിലേക്കല്ല, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാഴ്ചവയ്പ്പിനു ശേഷം വീണ്ടും ഞങ്ങളുടെ നേരെ നോക്കി. എന്നാൽ വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം. കാരണം പതിവ് പോലെ വൈദികൻ ഈശോയെ മുറിച്ച് ഭക്ഷിച്ചു. അവിടുത്തെ ഉടുപ്പ് ഇപ്പോൾ വെള്ളയാണ്. പിറ്റേ ദിവസവും ഞാനിത് തന്നെ കണ്ടു. 3-ാം ദിവസവും അപ്രകാരം തന്നെ. എൻ്റെ ആത്മാവിൻ്റെ ആനന്ദം എനിക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല. ആദ്യ ദിവസത്തെ പോലെ തന്നെ 3 കുർബാന സമയത്തും അതേ ദർശനം തന്നെ ആവർത്തിച്ചു. ക്രിസ്മസ് കഴിഞ്ഞുള്ള ആദ്യ വ്യാഴാഴ്ചയാണെന്ന കാര്യം ഞാൻ തീർത്തും മറന്നുപോയി. അതിനാൽ എൻ്റെ ആരാധന നടത്തിയില്ല. 9 മണിക്ക് മറ്റ് സിസ്റ്റേഴ്സും ഒന്നിച്ച് ഞാൻ നേരെ കിടപ്പുമുറിയിലേക്ക് പോയി. എന്നാൽ എന്തുകൊണ്ടോ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചെയ്യേണ്ടിയിരുന്ന എന്തോ ഞാൻ ചെയ്തിട്ടില്ല എന്ന തോന്നലുണ്ടായി. എല്ലാ ജോലികളെപ്പറ്റിയും ഞാൻ മനസ്സിൽ ചിന്തിച്ചു. എന്നാൽ ഒന്നും ഓർമ്മയിൽ വന്നില്ല. 10 മണി വരെ ഇത് തുടർന്നു. 10 മണിക്ക് ദുഃഖപൂരിതമായ ഈശോയുടെ മുഖം ഞാൻ ദർശിച്ചു. ഈശോ എന്നോട് ഈ പ്രകാരം പറഞ്ഞു: എൻ്റെ സഹനങ്ങൾ നീയുമായി പങ്കുവയ്ക്കാൻ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ മണവാട്ടിയല്ലാതെ മറ്റാരാണ് എൻ്റെ സഹനത്തെ മനസ്സിലാക്കുക? എൻ്റെ മന്ദതയ്ക്ക് ഞാൻ ഈശോയോട് ക്ഷമ ചോദിച്ചു. ലജ്ജിതയായി. ഈശോനാഥനെ നോക്കാൻ പോലും ധൈര്യപ്പെടാതെ. എന്നാൽ അനുതാപപൂർണമായ ഹൃദയത്തോടെ അവിടുത്തെ മുൾമുടിയിലെ ഒരു മുള്ള് എനിക്ക് തരാൻ ഞാൻ ആവശ്യപ്പെട്ടു. ആ ആവശ്യം പിറ്റേ ദിവസം സാധിച്ചു തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷനായി. കാലത്ത് ധ്യാന സമയത്ത് ശിരസിൻ്റെ ഇടത്ത് ഭാഗത്ത് വേദനിപ്പിക്കുന്ന ഒരു മുള്ള് എനിക്ക് അനുഭവപ്പെട്ടു. ദിവസം മുഴുവനും ആ വേദന ഞാൻ അനുഭവിച്ചു. അവിടുത്തെ മുൾമുടിയിലെ മുള്ളുകളുടെ വേദന ഈശോ എങ്ങനെ സഹിച്ചുവെന്ന് ഞാൻ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരുന്നു. എൻ്റെ സഹനം ഈശോയുടെ സഹനത്തോട് ചേർത്ത് പാപികൾക്ക് വേണ്ടി കാഴ്ചവെച്ചു. 4 മണിക്ക് ഞാൻ ആരാധനയ്ക്കായി ചെന്നപ്പോൾ ഞങ്ങളുടെ പെൺകുട്ടികളിൽ ഒരാൾ അശുദ്ധമായ ചിന്തയുടെ പാപത്താൽ ദൈവത്തെ വളരെ വേദനിപ്പിക്കുന്നതായി ഞാൻ ദർശിച്ചു. അവളുടെ പാപഹേതുവായ വ്യക്തിയെയും ഞാൻ കണ്ടു. ഭയം കൊണ്ട് എൻ്റെ ആത്മാവ് മുറിവേൽക്കപ്പെട്ടു. ഈശോയുടെ സഹനത്തെ പ്രതി ആ ഭയങ്കര ദുരിതത്തിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അവൾക്ക് ആ അനുഗ്രഹം നൽകാമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. എന്നാൽ അവളെ പ്രതിയല്ല, എൻ്റെ അപേക്ഷയെ പ്രതി. പാപികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നാം എത്രമാത്രം പ്രാർത്ഥിക്കണമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ പ്രേക്ഷിതാത്മകമാണ്. പ്രേക്ഷിത ചൈതന്യമില്ലാത്ത ഒരു സന്യാസിനി നമ്മുടെ മഠത്തിലോ നമ്മുടെ സമൂഹത്തിലോ ജീവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള അത്യധികമായ ദാഹം കൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കണം. ഓ എൻ്റെ ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി സഹിക്കുക എത്ര മധുരതരമാണ്. ഹൃദയത്തിൻ്റെ രഹസ്യ അറകളിൽ സഹിക്കുക, തീർത്തും മറിഞ്ഞിരുന്ന് സ്ഫടികം പോലെ നിർമ്മലമായി, യാതൊരു സമാശ്വാസവും അനുകമ്പയും ലഭിക്കാതെ, ആരാലും കാണപ്പെടാതെ ഒരു ബലിയായി തീരുക. സജീവമായ സ്നേഹത്താൽ എൻ്റെ ആത്മാവ് കത്തിജ്വലിക്കുന്നു. ദിവാസ്വപ്നം കണ്ട് സമയം പാഴാക്കാതെ ഓരോ നിമിഷത്തെയും ഞാൻ ഉപയോഗിക്കുന്നു. എന്തെന്നാൽ അത് എനിക്കധീനമാണ്. കഴിഞ്ഞ കാലം എന്നെ കടന്നുപോയി. ഭാവി എൻ്റേതല്ല. ഇപ്പോഴുള്ള സമയം ഏറ്റവും ഉപയോഗപ്രദമാക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. ജനുവരി 4, 1935. മദർ ബോർജിയയുടെ ആദ്യ ചാപ്റ്റർ സമയത്ത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തതയും വിശ്വാസവുമുള്ള ഒരു ജീവിതത്തെപ്പറ്റി മദർ ബോർജിയ ഊന്നി പറഞ്ഞു. ചാപ്റ്ററിൻ്റെ പകുതിയായപ്പോൾ ഞാനിങ്ങനെ കേട്ടു: ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാം കൂടുതൽ വിശ്വാസമുണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ എൻ്റെ മണവാട്ടിക്കുള്ള വിശ്വസ്തത എന്നെ വളരെ ആനന്ദിപ്പിക്കുന്നു. ഞാൻ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി. ഈശോയുടെ ശിരസ് ഊട്ടിമുറിയിലേക്ക് തിരിഞ്ഞിരുന്നു. അവിടുത്തെ അധരങ്ങൾ അനങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ഈ കാര്യം മദർ സുപ്പീരിയറിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു: നോക്കൂ സിസ്റ്റർ, നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണമെന്ന് എപ്രകാരം ഈശോ ആവശ്യപ്പെടുന്നു. മദർ ചാപ്പലിലേക്ക് പോയപ്പോൾ മുറി ക്രമീകരിക്കാനായി ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഈ വാക്കുകൾ ശ്രവിച്ചു: ഈ കാലഘട്ടത്തിൽ എല്ലാവരും സുപ്പീരിയേഴ്സിനോടുള്ള വിശ്വാസത്തിൻ്റെ അരൂപിയിൽ ജീവിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നതായി എല്ലാ സിസ്റ്റേഴ്സിനോടും പറയുക. ഈ ദൗത്യത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരണമെന്ന് ഞാൻ എൻ്റെ കുമ്പസാരക്കാരനോട് അപേക്ഷിച്ചു. ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്ന വ്യക്തി ചില കാരണങ്ങളാൽ അത് വരയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാനിങ്ങനെ കേട്ടു: അവൾ കൂടുതൽ അനുസരണയുള്ളവളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രയത്നങ്ങൾ എത്ര വലുതാണെങ്കിലും അനുസരണയുടെ മുദ്രയില്ലെങ്കിൽ
അത് ദൈവത്തിന് പ്രീതികരമായിരിക്കുകയില്ല. ഒരു സന്യസ്തയുടെ ആത്മാവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓ ദൈവമേ, ഒരു മഠത്തിൽ അവിടുത്തെ ഹിതമറിയുവാൻ എത്ര എളുപ്പമാണ്. രാവും പകലും ദൈവേഷ്ടം വളരെ വ്യക്തമായി സന്യസ്തതയുടെ മുൻപിലുണ്ട്. സംശയമുള്ള സമയത്ത് നമ്മുടെ സുപ്പീരിയേഴ്സിലൂടെ ദൈവം സംസാരിക്കുന്നു. 1934, 1935 പുതുവർഷത്തിൻ്റെ തലേരാത്രി ചാപ്പലിൽ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം എനിക്ക് ലഭിച്ചിരുന്നു. സിസ്റ്റേഴ്സിൽ ഒരാൾ 1 മണിക്കൂർ ആരാധന അവൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാനത് സമ്മതിച്ച് 1 മണിക്കൂർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മണിക്കൂറിൽ ആ ആത്മാവ് അവിടത്തേക്ക് എത്രമാത്രം പ്രീതിയുള്ളതാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. പാപികളുടെ മാനസാന്തരത്തിനും ആ സമയത്ത് അവിടുത്തോട് കാണിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായും 2-ാമത്തെ മണിക്കൂറിലെ ആരാധന ഞാൻ സമർപ്പിച്ചു. ദൈവം എത്ര അധികമായി ദ്രോഹിക്കപ്പെടുന്നു. എൻ്റെ ആത്മീയ നേതാവിനായി 3-ാമത്തെ മണിക്കൂർ സമർപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക കാര്യത്തിനുള്ള വെളിച്ചം ലഭിക്കാൻ ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു. അവസാനം 12 മണിയായി. വർഷത്തിൻ്റെ അവസാന മണിക്കൂർ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഞാനത് സമാപിപ്പിച്ച് പുതുവർഷത്തിൻ്റെ ആദ്യ മണിക്കൂർ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ തന്നെ ആരംഭിച്ചു. വ്യക്തിപരമായി 3 പേരോടും എന്നെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചു. സഹനവിമുക്തമല്ലാത്ത ഒരു പുതുവർഷത്തെ വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ നോക്കിക്കണ്ടു. ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള ദൈവകരുണയുടെ മരണപത്രിക അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള അനന്തമായ കരുണയുടെ അടയാളമായ കർത്താവീശോയുടെ ശരീരവും രക്തവും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടി സമർത്ഥമായി വർഷിക്കുന്ന അനന്ത കരുണയും നിത്യജീവനും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളോടും പ്രത്യേകിച്ച് കഠിനപാപികളോടുമുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരുണ അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെയും പ്രത്യേകിച്ച് കഠിനപാപികളുടെയും എല്ലാ കടങ്ങൾക്കും പരിഹാരമായ കരുണയുടെ അമൂല്യത അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള അനന്ത കരുണയുടെ ഉറവിടത്തിൽ നിന്ന് നിർഗളിക്കുന്ന ജീവജലത്തിൻ്റെ അരൂപി അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള ദൈവകരുണയുടെ അഗാധതയിൽ നിന്നെന്ന പോലെ നിത്യപിതാവിൻ്റെ മാർവിടത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന നിർമ്മല സ്നേഹാഗ്നി അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടി ഒരു ഉറവയിൽ നിന്നെന്ന പോലെ അനന്തമായ കരുണയിൽ നിന്നൊഴുകി വരുന്ന ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധം അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടി അവിടുത്തെ അനന്തമായ കരുണയിലൂടെ ദൈവവും ഞങ്ങളുമായുള്ള ഐക്യം അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളോടും പ്രത്യേകിച്ച് കഠിനപാപികളോടും ഈശോയുടെ ഏറ്റവും മാധുര്യമേറിയ തിരുഹൃദയത്തിനുള്ള എല്ലാ വികാരങ്ങളും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും പ്രതികൂലങ്ങളിലും ഞങ്ങൾക്കുള്ള ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ബാഹ്യവും ആന്തരികവുമായ പ്രക്ഷുബ്ധതയുടെയും അന്ധകാരത്തിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ജീവിതത്തിലും മരണവിനാഴികയിലും ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, പ്രതികൂലങ്ങളുടെയും നിരാശയുടെയും കുത്തൊഴുക്കിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, വഞ്ചനയുടെയും അസത്യത്തിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ഭൂമിയെ ഗ്രസിച്ചിരിക്കുന്ന അന്ധകാരത്തിൻ്റെയും നിരീശ്വരത്വത്തിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ആർക്കും മനസ്സിലാക്കാനാവാത്ത വേദനകളിലും അഭിലാഷങ്ങളിലും ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, അനുദിന ജീവിതത്തിലെ വിരസതയിലും കഷ്ടപ്പാടുകളിലും ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ പ്രയത്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും തകർച്ചകളുടെയും മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ശത്രുക്കളുടെ ആക്രമണങ്ങളുടെയും നാരകീയ പ്രവർത്തനങ്ങളുടെയും മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, എൻ്റെ ശക്തിക്കതീതമായ ഭാരത്താൽ വലയുമ്പോഴും എൻ്റെ പ്രയത്നങ്ങൾ ഫലരഹിതമായി തോന്നുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അസ്വസ്ഥതകളാൽ എൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമാകുമ്പോഴും ഭീതി പൂണ്ട എൻ്റെ ആത്മാവ് നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ ഹൃദയം വിറകൊള്ളുമ്പോഴും മരണവിയർപ്പ് എൻ്റെ നെറ്റിയെ നനയ്ക്കുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു.
എല്ലാവരും എനിക്കെതിരായി ഗൂഢാലോചന നടത്തുമ്പോഴും എൻ്റെ ആത്മാവിലേക്ക് കടുത്ത നിരാശ ഇഴഞ്ഞു വരുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രപഞ്ച വസ്തുക്കൾ എൻ്റെ കണ്ണിൽ നിന്ന് അദൃശ്യമാകുകയും എൻ്റെ ആത്മാവ് അജ്ഞാതമായ ലോകങ്ങൾ ആദ്യമായി ദർശിക്കുകയും ചെയ്യുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജോലികൾ എൻ്റെ ശക്തിക്കതീതവും പ്രതികൂലങ്ങൾ എൻ്റെ അനുദിന ഭോജ്യവുമാകുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പുണ്യാഭ്യാസം എനിക്ക് ആയാസകരവും നിഷേധിയായി ഞാൻ മാറുകയും ചെയ്യുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എനിക്കെതിരെ എതിർപ്പുകൾ വരുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ പ്രയത്നങ്ങളെയും അധ്വാനങ്ങളെയും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ വിധിവാചകം എന്നിൽ പ്രതിധ്വനിക്കുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അപ്പോൾ ഞാൻ അങ്ങേ കരുണക്കടലിൽ ശരണപ്പെടും. ഏറ്റവും പരിശുദ്ധ ത്രിത്വമേ, അവിടുത്തെ അളവറ്റ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ദൈവം എൻ്റെ പിതാവും ഞാൻ അവിടുത്തെ കുഞ്ഞുമായതിനാൽ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ എനിക്ക് വലിയ അവകാശങ്ങളുമുണ്ട്. നമ്മിലുള്ള അന്ധകാരം എത്രമാത്രം വലുതാണോ അതിൽ കൂടുതൽ പൂർണ്ണമായിരിക്കണം നമ്മുടെ വിശ്വാസം. എല്ലാം ചെയ്യാൻ ശക്തനായവനിൽ വിശ്വസിക്കാൻ സാധിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടുത്തോടു കൂടി എല്ലാം സാധ്യമാണ്. അവിടുത്തെ കൂടാതെ ഒന്നും സാധ്യമല്ല. അവിടുന്ന് കർത്താവാണ്. അവിടുത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർ ലജ്ജിതരാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല.